യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശു ചോദിച്ചു, ഈ ലോകമൊക്കെയും എന്നെ ആരെന്നാണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. യേശു ചോദിക്കുകയാണ്, ഈ ലോകം എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളോടൊന്ന് ചോദിച്ചാൽ, ഇന്നൊരു 100 ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ, ഈ ലോകം നിങ്ങൾ എന്നെ ആരെന്ന് പറയും ചോദിച്ചാൽ പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. അന്ന് ശിഷ്യന്മാരിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ഏലിയാവാണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു യിരെമ്യാവാണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല ഒപ്പീനിയൻ പറഞ്ഞു. അപ്പം യേശു അതിലൊന്നും തൃപ്തനായില്ല. യേശു ചോദിച്ചു, ശരി, അതൊക്കെ നടക്കട്ടെ, ലോകം എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, ലോകം എന്നെക്കുറിച്ച് എന്തും വിചാരിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പെട്ടെന്ന് ചാടി വീണ് പത്രോസ് പറഞ്ഞു, യു ആർ ദ അനോയിന്റഡ് വൺ. നീ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. യേശു ഉടനെ പറഞ്ഞു, ബറിയോനായ ശിമോനെ. എന്താ ബറിയോനായ? ബർ മീൻസ് മകൻ. യോനയുടെ മകനായ ശിമോൻ. യോന എന്നും ജോൺ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും ബറിയോനായ ശിമോനെ, പിതാവിന്റെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നയാളുടെ മകനായ ശിമോനെ, നിനക്ക് ഇതാരും പഠിപ്പിച്ചതല്ല, നീ ആരൊന്നും വായിച്ചു കേട്ടതല്ല, ആരും പറഞ്ഞതല്ല, എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി. ആ വാക്ക് ശ്രദ്ധിക്കണം, വെളിപ്പെടുത്തിയതാണ്. ദൈവത്തെ കുറിച്ച് 1000 ബുക്ക് വായിക്കാം, ബൈബിളും വായിക്കാം, പക്ഷെ ഒരിക്കലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വായനയിലൂടെയോ പഠിച്ചതിലൂടെ കിട്ടത്തില്ല, അത് വെളിപ്പാടിലൂടെ കിട്ടത്തുള്ളൂ. ദൈവത്തെ നമുക്ക് അറിവിലൂടെ അല്ല അറിയാൻ പറ്റുന്നത്, വെളിപ്പാടിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അതൊരു ബൾബ് കത്തുന്നത് പോലെയാണ്. നമ്മുടെ അകത്ത് ഒരു വെളിച്ചം വരുന്ന പോലെ അതിങ്ങനെ ഒന്ന് ക്ലിക്കായി കിട്ടിയാൽ അവിടെ ജീവനുണ്ട്. ആ വെളിപ്പാട് അവൻ്റെ ലൈഫിനെ മാറ്റും. ഇവിടെ പത്രോസിന് വെളിപ്പാട് കിട്ടി. എന്താണ്? ലോകം പറയുന്ന പോലെ അല്ല, ഇത് യേശു സർവശക്തനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഈ വെളിപ്പാട് കിട്ടിയ പത്രോസിനോട് യേശു ഉടനെ പറയുകയാണ്, പത്രോസേ, നിനക്ക് എൻ്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തി നൽകിയത്, നീ പാറയാണ്, നീ പാറയാണ്. യു ആർ കേഫ. ആരാമ്യ വാക്കിൽ പറയുന്നത് കേഫ എന്ന വാക്കാണ്. നീ പാറ, കല്ല് എന്നർത്ഥമുള്ള വാക്കാണ് കേഫ. നീ പാറയാണ് എന്ന് വെച്ചാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല, നീ ആള് മാറി. നിന്നെ ഈ വെളിപ്പാട് ആള് മാറ്റും. ഈ വെളിപ്പാടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റും. ഈ നിമിഷം മുതൽ ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പാടും. ഹല്ലേലൂയ. പലരും ഇതിനെ ലിറ്ററലി എടുത്തിട്ട് പറഞ്ഞു പത്രോസാണ് ആ പാറ. ഒരിക്കലുമല്ല. ബൈബിളിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, പഴയ നിയമം മുതൽ പുതിയ നിയമം മുതൽ, സങ്കീർത്തനം ഉൾപ്പെടെ, യെശയ്യാ പ്രവചനം ഉൾപ്പെടെ പറയാൻ പറ്റും, ക്രിസ്തുവാണ് ആ പാറ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, പഴയ നിയമത്തിൽ അനുഗമിച്ച പാറ, ആത്മീയ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറയെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ പത്രോസിനോട് പറയുകയാണ്, പത്രോസ് നീയും പാറയാ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ നീയും അവനെ പോലെയാണ്. ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ പോലെയാണ്. നമ്മൾ യേശുവിനെ അറിയുമ്പോൾ റിയലായിട്ട് നമ്മൾ ആരാണെന്ന് അറിയുകയാണ്. വചനം പറയുന്നു, അവൻ എങ്ങനെയോ അങ്ങനെ നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. അവൻ ആരാണെന്നും അവൻ എങ്ങനെയാണെന്നും മനസ്സിലാക്കുമ്പോൾ, വെളിപ്പാട് കിട്ടുമ്പോൾ, അറിവല്ല വെളിപ്പാട് കിട്ടുമ്പോൾ നമ്മൾ അവനെ പോലായി തീരുകയാണ്. യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്ന് വെച്ചാൽ ഒരു വലിയ കെട്ടിടം പണിയുമെന്നല്ല യേശു ഉദ്ദേശിച്ചത്. സഭ, യേശു ഉപയോഗിച്ച വാക്ക് എക്ലേഷ്യ എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എക്ലേഷ്യ എന്ന വാക്കിനർത്ഥം നിയമസഭ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലേ? അതൊരു മതവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വാക്കാണ്. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ടേമാണ് നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ബിൽഡ് ചെയ്യും. അന്നത്തെ കാലത്ത് യേശു സംസാരിക്കുന്ന കാലത്ത് എക്ലേഷ്യ എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. അതെല്ലാവർക്കും സുപരിചിതമാണ്. ഒരു സിറ്റിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഓരോ നഗരത്തിലും ചില കൂട്ടങ്ങളുണ്ടാവും. അവരൊരുമിച്ച് കൂടി വന്ന് തീരുമാനമെടുക്കും. ആ സിറ്റിയെ ഗവേൺ ചെയ്യുന്ന ആ അസംബ്ലിയെ പറയുന്ന പേരാണ് എക്ലേഷ്യ. യേശു അതുകൊണ്ട് ആ ടേം തന്നെ ഇവിടെ ഉപയോഗിച്ചു. ഇതൊരു മതവുമായി ഒരു ബന്ധവുമില്ല, ഇത് എൻ്റെ എക്ലേഷ്യ, ഇത് എൻ്റെ
നിയമസഭയാണ്. ഇതിനെ ഒരു പാതാള ഗോപുരവും ജയിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ഞാൻ നിയമിക്കുന്ന ഒരു ഗവൺമെന്റൽ ബോഡി, എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ബോഡിയാണ് സഭ. ഇന്ന് സഭകൾ അതാണോ? ഇന്ന് സഭ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമോ ഏതോ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോ ഒക്കെ മാറിപ്പോയി. യേശു പറഞ്ഞ അങ്ങനെ ഒരു സഭയെക്കുറിച്ച് ആയിരുന്നില്ല ഇത്. ഇന്ന് ഏതോ മതത്തിൻ്റെ ഭാഗമായി മാറുന്ന സഭകൾ നമ്മൾ കാണുന്നു. ഒരിക്കലും യേശു ഉദ്ദേശിച്ച അങ്ങനെ ഒരു സഭയല്ല. യേശുവിൻ്റെ സഭ എന്ന് യേശു ഉദ്ദേശിച്ചത് ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന ഒരു സഭ. എൻ്റെ രാജ്യത്വം അത് ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഞാനൊരു സഭയെ എഴുന്നേൽപ്പിക്കുകയാണ്. സെലക്റ്റഡ് വൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിയമസഭ നമുക്കറിയാം, 140 പേര് 41 പേരുള്ള ഒരു സഭ. അതിനകത്ത് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഇല്ല. ഉണ്ടോ? സെലക്റ്റീവാണ്, തിരഞ്ഞെടുക്കപ്പെട്ട. യേശു പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്ത ഒരു കൂട്ടം, അവർ ഇതിൻ്റെ മേൽ വാഴും, അവർ ഇതിൻ്റെ മേൽ ഭരിക്കും. അവരുടെ ആ വാഴ്ചയുടെ മേൽ മരണത്തിന് പോലും അധികാരം ഉണ്ടായിരിക്കത്തില്ല. ഇതാണ് യേശു സ്വപ്നം കണ്ട, യേശു പറഞ്ഞ സഭ. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ചോദിച്ചാൽ, ഇന്ന് സഭ എന്ന് പറയുന്നത് സാധാരണയുള്ള എല്ലാ മതങ്ങളെയും പോലെ ഒരു മതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു കൂട്ടം. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ ഈ ഭൂമിയിൽ കൊണ്ടുവരാനാണ് യേശു തുറന്ന് പറയുന്നുണ്ട്. യേശു തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങളിൽ യേശു തൊട്ടടുത്ത വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ആര്? എൻ്റെ ഈ ഗവേണിംഗ് അസംബ്ലി, എൻ്റെ ഈ സഭ, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഈ കൂട്ടം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നതൊക്കെയും സ്വർഗത്തിൽ അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയും. അതിൻ്റെ മറ്റൊരു വേർഷൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ അനുവദിക്കാവൂ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ഇല്ലാത്ത ഒന്നും നിങ്ങൾ ഈ ഭൂമിയിൽ അനുവദിക്കരുത്. ഹല്ലേലൂയ. ദൈവരാജ്യം അങ്ങനെയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടപ്പിലാകുന്നതാണ് ദൈവരാജ്യം. സ്വർഗത്തെ റിസംബിൾ ചെയ്യണം. നമ്മുടെ ലൈഫുകൾ അങ്ങനെ ആയിത്തീരണം. നമ്മുടെ സഭകൾ അങ്ങനെ ആയിരിക്കണം. ദൈവരാജ്യത്തിലുള്ളത് മാത്രമേ നമ്മൾ പെർമിറ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ നമ്മൾ പെർമിറ്റ് ചെയ്യില്ല. അതിന് നമുക്ക് അധികാരമുണ്ടോ? ഉണ്ട് എന്ന കഥ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അഴിക്കുന്നത് മാത്രം അഴിയും, നിങ്ങൾ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടും. കാരണം നിങ്ങൾ ആ രാജ്യത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഇവിടെയല്ല മാറ്റം സംഭവിക്കുന്നത്. മാറ്റം സംഭവിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. സൗഖ്യമാവട്ടെ, ഇവിടെയല്ല സംഭവിക്കുന്നത്, അവിടെ സംഭവിക്കും. അവിടുന്നാണ് ഇവിടേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വി ആർ ദ എക്ലേസിയ. നമ്മളാണ് യേശു അന്ന് പറഞ്ഞ ആ സഭ. ഇന്ന് സഭ എന്ന് പറയാൻ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ബോർഡ് വെച്ച ഒരു വലിയൊരു കെട്ടിടം, അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ആ ബോർഡ് തൂക്കേണ്ടത് അവിടെയല്ല, ഇവിടെയാണ് തൂക്കേണ്ടത്. ഇതാണ് സഭ. ആമേൻ. ഹല്ലേലൂയ. യേശു പണിതെടുത്ത ഓരോ സഭയാണ് നമ്മളാണ് ആ ക്രിസ്തുവിൻ്റെ സഭ. ഇന്ന് യേശു വസിക്കുന്നത് നമ്മളിലാണ്. ഈ സഭയ്ക്ക് എവിടെ അധികാരം ഉണ്ടാവുന്ന അറിയാവോ? ഒരു MLAക്ക് അധികാരം ഉണ്ടാകുന്നത് ആ നിയമനിർമ്മാണ സഭയിൽ ഒരുമിച്ച് വരുന്ന കോറം വരുമ്പോഴാണ്. നമ്മുടെ കോറം അറിയാവോ? നിയമസഭയിൽ 141 പേരുണ്ടെങ്കിൽ അതിൽ ഇത്ര ശതമാനം ആൾക്കാർ വന്നാൽ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ, കോറം തികത്തുള്ളൂ. നമ്മുടെ കോറം എത്രയെന്ന് അറിയാവോ? ദൈവരാജ്യത്തിന്റെ കോറം ഒരുപാടൊന്നും വേണ്ട, 2-3 പേർ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഒരുപാട് പേര് വേണ്ട, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അത് അസംബ്ലിയാണ്. ഹല്ലേലൂയ. 1000 പേര് കൂടുന്നതല്ല സഭ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി തീരുമാനമെടുത്താലും അത് എൻ്റെ അപ്രൂവൽ ഉണ്ട്. അതാണ് യേശു പറഞ്ഞ എക്ലേഷ്യ. ഇവിടെ ഇത്രയും പേരിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ ഈ ദേശത്തിൻ്റെ മേൽ, രാജ്യത്തിന് മേൽ ചെയ്യുവാനായി കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മേൽ, ഈ സഭയുടെ മേൽ, സഭ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു റിലീജിയസ് ടേം അല്ല, അതൊരു പൊളിറ്റിക്കൽ ടേമാണ്. പലപ്പോഴും സഭ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇന്ന് പെട്ടെന്നൊരു മതത്തിൻ്റെ ഭാഗമായിട്ട് തോന്നത്തുള്ളൂ. അവർ ചോദിക്കും, ഏത് സഭയാണ്, ഏത് ഡിനോമിനേഷനാണ്, നിങ്ങൾ അതാണോ ഇതാണോ? അതല്ല, ഒന്നുമല്ല. ഒരു മതവുമായിട്ട് ബന്ധമില്ല.
ഇതൊരു അധികാര കേന്ദ്രമാണ്. യേശു പറയുകയാണ്, ഞാൻ ഇതിൻ്റെ മേൽ എൻ്റെ സഭയെ, എൻ്റെ എക്ലേഷ്യയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കത്തില്ല. ഇന്ന് പാതാള ഗോപുരങ്ങൾ ജയിക്കുന്നത് മാത്രമല്ല, പലതിനും അടിമയുള്ള കാരണം ഇവർ ആ അധികാരത്തെ തിരിച്ചറിയുന്നില്ല. ആ എക്ലേഷ്യ അല്ല ഇന്ന് പലപ്പോഴും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ സഭകളെന്ന് പറഞ്ഞിരിക്കുന്ന 99% യേശു പറഞ്ഞ എക്ലേഷ്യയുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ ആരെയും സ്ട്രൈറ്റ് വേഡ് കുറ്റം പറയുമല്ല. ദൈവം ആഗ്രഹിച്ച സഭ തൻ്റെ ഇഷ്ടത്തെ അറിഞ്ഞ് ഈ ഭൂമിയിൽ വിളിച്ചു പറയുന്ന, അതിനെ നിറവേറ്റുന്ന, അതിനെ അഴിക്കുന്ന, അതിനെ കിട്ടുന്ന, അധികാരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തെക്കുറിച്ചാണ് ദൈവം ആഗ്രഹിച്ച സഭ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സഭയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സഭയുടെ ബേസ്മെന്റ്, മൂലക്കല്ല് ക്രിസ്തുവാണ്. ഇന്ന് പലപ്പോഴും ഈ ലോകത്തിൽ നോക്കിയാൽ ഒത്തിരി സഭകൾ കാണാൻ പറ്റും. പലതിൻ്റെ മൂലക്കല്ല് നോക്കിയാൽ പല പേരുകളാണ്. ഞാൻ പേരുകൾ പറയുന്നില്ല. കുറേ വിശുദ്ധന്മാരുടെ പേരുകൾ, ബൈബിളിൽ ഒരിടം കണ്ടില്ലാത്ത കുറേ വിശുദ്ധന്മാരുടെ പേരുകൾ. എവിടെ നിന്ന് കിട്ടുന്നത് പോലും എനിക്കറിയത്തില്ല, എവിടെ നിന്ന് ഖനനം ചെയ്ത് കൊണ്ടുവരുന്ന എനിക്കറിയത്തില്ല. ഒത്തിരി പേരുകളിൽ സഭകളുണ്ട്. ഇതൊന്നും സഭയാണെന്ന് ഞാൻ പറയത്തില്ല. വചനം വ്യക്തമായി പറയുന്ന ഒറ്റ അടിസ്ഥാനമേ ഉള്ളത്, ക്രിസ്തുവാണ്. യേശു പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലാണ് സഭ പണിയപ്പെടുന്നത്. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ പണിതുള്ള സഭയാകത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അപ്പോസ്തലപ്രവൃത്തി 4-12 വാക്യം നൽകുന്നു, രക്ഷിക്കപ്പെടുവാനായി നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല, ഒറ്റ പേരേ ഉള്ളൂ, അത് യേശു. ഇതിനെ മാറ്റിക്കൊണ്ട് വേറെ 1000 പേര് മോഡിഫൈ ചെയ്താലും തുല്യം വയ്ക്കാൻ പറ്റത്തില്ല. യേശു എന്ന നാമം സർവനാമത്തിനും മേലായ നാമം. ആ യേശുവിന്റെ നാമത്തിലല്ലാതെ ഒരിടത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുന്ന ഒറ്റ നാമമുള്ളത് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് പല സഭകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിച്ച് മൺമറഞ്ഞു പോയ പല വ്യക്തികളുടെയും പേരുകളാണ്. ഒരിക്കലും അത് സാധ്യമല്ല. സങ്കീർത്തനങ്ങൾ 115 പറയുന്നു, മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും ഇരിക്കുന്നവന് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായി കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തെഫാനോസ് മരിക്കുവാനായി കിടക്കുമ്പോൾ സ്തെഫാനോസ് മുകളിലൂടെ നോക്കി കണ്ടത് യേശുവിനെയാണ് കണ്ടത്. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്, പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയാണ് കണ്ടത്, വിശുദ്ധന്മാരെ അല്ല കണ്ടത്. ഹല്ലേലൂയ. ഒരിക്കലും വിശുദ്ധന്മാരെ വില കുറച്ച് കാണാനോ അവരുടെ പ്രവൃത്തികളെ താഴ്ത്തുവാനോ ഞാൻ തയ്യാറല്ല. കാരണം അവർ ചെയ്തെല്ലാം വലിയ കാര്യങ്ങളായിരിക്കാം. തീർച്ചയായും അപ്പോസ്തലന്മാരൊക്കെ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും അവരാരും ആരാധനയ്ക്ക് യോഗ്യരായി മാറിയിട്ടില്ല. ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെ തന്നെയായിരുന്നു, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ. ഒറ്റ പ്രാർത്ഥനയാണ്, ഇടനിലക്കാരനില്ല, ഇന്റർമീഡിയറീസ് ഇല്ല, ഇടയ്ക്ക് ആരെയും വച്ചില്ല. ഇന്ന് നമുക്ക് ആകെ ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ അത് യേശു മാത്രം. കാരണം അവൻ മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്നവനാകിയാൽ അവൻ നമുക്ക് മധ്യസ്ഥനാണ്. അവൻ പിതാവിനെടുക്ക് നല്ലൊരു അഡ്വക്കേറ്റ് ആണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്. കാരണം അവൻ മരിച്ചവനല്ല, ജീവിക്കുന്നവനാണ്. മരിച്ചവരാരും മൗനത്തിലുള്ളവരാരും ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവരുടെ പേരുകളുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക. അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്നാ? അവർ കേൾക്കുവാൻ കഴിയത്തില്ല, അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യേശു പറയുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുവാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഒത്തിരി പേർ ഇന്ന് യേശുവിനെ ആരാധിക്കുന്നു പറഞ്ഞിട്ട് 100 കണക്കിന് ആൾക്കാരെ ഇടയ്ക്ക് നിർത്തിയാ പ്രാർത്ഥിക്കുന്നത്. പല വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയിക്കുകയാണ്, പ്രിയരെ, നിങ്ങളുടെ ശബ്ദമാണ് സ്വർഗത്തിലെ പിതാവിന് ഏറ്റവും ഇഷ്ടം. ഹലോ, നിങ്ങളുടെ പിതാവിനോടൊരു കാര്യം ചോദിക്കാൻ അടുത്ത വീട്ടുകാരനോട് പറഞ്ഞ് പറയിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചോദിക്കുന്നതാണ് പിതാവിന് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥന ഓർക്കണം, പ്രാർത്ഥിക്കണം, നല്ലതാ. ജീവനുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് നിർത്തുക. ഹല്ലേലൂയ. മരിച്ചവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കത്തില്ല, ജീവിച്ചിരിക്കുന്ന ഒരുവൻ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയുള്ളൂ. ഞാൻ കരുതുന്നു ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ഇന്ന്
യഥാർത്ഥമായി ഇറങ്ങി വരാൻ കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നല്ല അടി നിന്നിട്ട് പറയും, മര്യാദയ്ക്ക് മിണ്ടാതെ പോയി എന്നോളം കർത്താവിനെ ആരാധിച്ചോളാൻ, കർത്താവിൻ്റെ നാമത്തിലല്ലാതെ വേറൊരു നാമത്തെ ഉച്ചരിക്കരുതെന്ന് അവർ പറയും. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ. അവരെ സത്യത്തിൽ അവര് വിശുദ്ധ എന്ന് വിളിക്കപ്പെടുന്ന യോഗ്യയാണ്, 100% യോഗ്യയാണ്. കാരണം എന്താണ്? നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. ദൈവത്തിന്റെ വചനം പറയും നിങ്ങളെ വിശുദ്ധ ജനമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരാണ്. എന്നാൽ അവരുടെ പ്രവൃത്തികൾ അത് വിളിച്ചോതുന്നവയാണ്. അവർ ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കാട്ടിക്കൊടുത്തു, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചു, പാവപ്പെട്ടവർക്ക് വേണ്ടി, തെരുവിൽ കിടക്കുന്നവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ അവർ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാവില്ല ഈ ലോകത്തിലെ ജനം അവരെ എടുത്തു വെച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങുമെന്ന്. പക്ഷെ നിർഭാഗ്യം എന്നാൽ ഇന്ന് അവരുടെ പേരിലും പള്ളികൾ പൊങ്ങുന്നു. അവർ അറിഞ്ഞ ദൈവസ്നേഹത്തിൽ നിന്ന് അവർ ചെയ്തു. പക്ഷെ ഇന്ന് നിർഭാഗ്യ മനുഷ്യൻ അവരെ ദൈവമാക്കി വെക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. മദർ തെരേസയ്ക്ക് വരാൻ പറ്റിയ നല്ല പിട വന്നിട്ട് പുറത്താക്കിയാനെ. പക്ഷേ അവരറിഞ്ഞ ദൈവസ്നേഹത്തെ അവർ കാണിച്ചു കൊടുത്ത പലരും അവരെ ആരാധിക്കാൻ തുടങ്ങി. ഒരിക്കലും പാടില്ല. അപ്പോസ്തലന്മാർ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ പലരും വന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നീ ഇന്ദ്രനാണ്, ആ ദേവനാണ്, ഈ ദേവനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മാലയും കൊണ്ടുവന്നപ്പോൾ അവർ വസ്ത്രം വലിച്ചു കീറി. അവർ പറഞ്ഞു, ഞങ്ങൾ വെറും മനുഷ്യരാണ്, ഞങ്ങൾ ആരാധിക്കരുത്. ഞങ്ങളുള്ളവൻ നിങ്ങളുണ്ട്, ഞങ്ങൾ വസിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ആരാധിക്കാൻ ഒരുവനേ ഉള്ളൂ, പിതാവ് ഒരുവനേ ഉള്ളൂ. അവനെ മാത്രം ആരാധിക്കുക. ആ പിതാവിനെ വെളിപ്പെടുത്തിയ യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ ഞങ്ങളെ ആരാധിക്കരുത് എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. അതേ അപ്പോസ്തലന്മാരുടെ പേരും പറഞ്ഞ് ഇന്ന് ഒരുപാട് പള്ളികൾ പൊങ്ങുന്നുണ്ട്. സത്യത്തിൽ അപ്പോസ്തലന്മാർ വിഷമിക്കുന്നുണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും തിരിച്ചറിവില്ല സഭയുടെ അടിസ്ഥാനം എന്താണ്. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അതാണ് സഭയുടെ അടിസ്ഥാനം. അതല്ലാതെ വേറൊരു അടിസ്ഥാനമില്ല. ഈ അടിസ്ഥാനമില്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിന് തുല്യരാക്കി ആരും ഒരു മനുഷ്യനെയും കാണരുത്. കാരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം 6-7 പറയുന്നു, യേശു ക്രിസ്തു അവൻ ദൈവമായിരിക്കെ, എന്തായിരിക്കെ? ഉറക്കെ പറഞ്ഞേ, ദൈവമായിരിക്കെ. യേശു ദൈവമായതല്ല, അവൻ ദൈവമായിരുന്നു, അവനാണ്. ആമേൻ. ദൈവമായിരിക്കെ അവൻ ഈ ഭൂമിയിൽ വന്ന ശേഷം പിന്നെ ദൈവമായതല്ല, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ദൈവമായിരിക്കെ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന പൊസിഷനെ വേണ്ടാന്ന് വച്ചിട്ട് തന്നെത്താൻ ഒഴിച്ച്, emptied himself, തന്നെത്താൻ ഒഴിച്ച്, തൻ്റെ ശക്തി, തൻ്റെ മഹത്വം, തൻ്റെ അധികാരം, തേജസ് എല്ലാം ഒഴിച്ച് ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ മുഖാന്തരം സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. കാരണം അവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, അവൻ ആരെങ്കിലും സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല, അവൻ സകലതയും ഉണ്ടാക്കിയവനാണ്. ഹല്ലേലൂയ. അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടികർത്താവാണ്. കൊലോസ്യർ 2:9 പറയുന്നു, യേശുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. ഹല്ലേലൂയ. ഇതുപോലെ ഒരു മനുഷ്യരിലും വസിച്ചിരുന്നില്ല, ഒരു അപ്പോസ്തലന്മാരിലും വസിച്ചിരുന്നില്ല, മറിയയിൽ വസിച്ചിട്ടില്ല. യേശുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു. ഹല്ലേലൂയ. പലരും ചോദിച്ചു, യഹൂദന്മാർ ചോദിച്ചു, യേശുവേ നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശുവിന്റെ മറുപടി ഇതായിരുന്നു, ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. ഹല്ലേലൂയ. പലർക്കും യേശുവിന്റെ ജനനം 2000 വർഷം മുമ്പാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് 2000 വർഷം മുമ്പാണെങ്കിലും യേശു ജനിപ്പിക്കപ്പെട്ടവനല്ല, അവൻ ആദ്യമേ ഉള്ളവൻ, അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ, ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളവൻ. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഇന്ന് നോക്കിയാൽ ലോകത്തിൽ പല സഭകളുടെയും മൂലക്കല്ല് നോക്കിയാൽ പല പേരുകൾ കാണാൻ പറ്റും. വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചനം പറയുന്നു, ഒറ്റ മൂലക്കല്ലുള്ളൂ, ക്രിസ്തുവാണ്. ആ മൂലക്കലിന്മേൽ പണിത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. യേശുവാകുന്ന പാറയിൽ പണിയാത്ത ഒന്നും നിലനിൽക്കത്തില്ല, ജീവൻ ഉണ്ടാകത്തില്ല. അതൊക്കെ കാറ്റും കോളടിക്കുമ്പോൾ ഇങ്ങനെ ആടി ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും.
യേശുവാണ് ലിവിങ് സ്റ്റോൺ, ജീവനുള്ള കല്ല്. നമ്മളെ അവനോട് ചേർത്ത് പണിതിരിക്കുന്നു എന്ന് വചനം പറയും.